അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നു മുതൽ കരിങ്കുന്നത്തെ തൊട്ടറിയാൻ വേണ്ടിയുള്ള ഒരു പുതിയ ലൈവ് വീഡിയോ തുടങ്ങുകയാണ്. ഫ്രണ്ട്സ്, ഞാൻ ജോസ്മൻ ഇഞ്ചനാട്ടിൽ കരിങ്കുന്നം ലൈവിൻ്റെ സാരഥി ജെയിംസ് ആറയിലുമായിട്ട് പുതിയ തുടങ്ങിയ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഉദ്യമമാണ് ഇത്. എൻ്റെ ആശയമല്ല, ജെയിംസിൻ്റെ ആശയമാണ്. എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂറെങ്കിലും കരിങ്കുന്നത്തിൻ്റെ ഒരു ലൈവ് ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു പുതിയ പരിശ്രമം. ഇത് നിങ്ങൾ പുറയിൽ കാണുന്നത് കരിങ്കുന്നം സെൻറ് ഗസ്റ്റ് ചർച്ച് രണ്ടാമത്തെ കുർബാനയ്ക്ക് വേണ്ടി നമ്മുടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ കുർബാന 5:15 കുർബാന പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വിശേഷങ്ങൾ, കൊച്ചു കുഞ്ഞു വിശേഷങ്ങൾ ഞങ്ങൾ അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് നമ്മുടെ താജ് നമ്മുടെ ഇവിടുത്തെ ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ആർമിയോ ജോണി കരിങ്കുന്നത്തിൻ്റെ ഞാൻ ഓർക്കുന്ന ഒരു പാട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ല, സ്കൂളിൽ അന്ന് ചടായി പാടിയ ഒരു പാട്ടാണ്. കഥ ഇതിൻ്റെ മൊണാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ? അത് ഓർക്കുന്നുണ്ടോ? ചടായി ഓർക്കുന്നുണ്ടോ? ഒന്ന് പാടിക്ക്. അല്ലെങ്കിൽ ഞാൻ പാടും. അല്ല, ചടായി പാടിക്കേ. ഈ കഥ അല്ല, ചടായി പാടിക്കേ. കാതികൻ നല്ല കലാകാരനല്ല. പാടി പാട്. ഇത് ലൈവ് കാണുന്ന പാട്. അധികനല്ല, കലാകാരനല്ല, നിങ്ങളെ പോലൊരു കൊച്ചു പയ്യൻ. മാട്ടെ കുഞ്ഞേപ്പ് ചേട്ടന്റെ മാട്ടേന്ന് പറിച്ചെടുത്തതല്ല ഈ കഥ. 40 വർഷത്തിന് മുമ്പ് ചടായി പാടിയ പാട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ നെടികാട് ലിസിപ്പള്ളിയുടെ മുമ്പിലാണ്. ഇവിടെയും നിങ്ങൾക്കറിയാം, കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചുറ്റും നോക്കിയാൽ പറയാതെ വളരെ ശാന്തസുന്ദരമായ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് എവിടെ കാണാൻ പറ്റും? വേണ്ടേ നമ്മുടെ തോട്ടക്കലെ നീങ്ങന്നേ. നമുക്കിങ്ങനെ ഓരോരുത്തരായിട്ട് പള്ളി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ആളുകൾ ഇറങ്ങി വരുന്നു. ഇത് ഏറ്റവും ശാന്തസുന്ദരമായ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഭംഗികളാണ് നമ്മൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട ഇറങ്ങി വരുന്ന ആൾക്കാരെ കരുതുന്നക്കാർക്ക് എല്ലാം അറിയാം. നമ്മുടെ തോട്ടക്കലെ കുഞ്ഞുതോമാച്ചൻ്റെ മോനാണ്. അപ്പം ഇവര് നീ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. നീ അടുത്ത കുർബാന 6:45 ഓക്കെ. അപ്പം ഞങ്ങൾ ആദ്യത്തെ കുർബാന കഴിഞ്ഞു. രണ്ടാമത്തെ കുർബാനയ്ക്കുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നെടികാടുന്ന് ഞങ്ങൾ അടുത്ത നമ്മുടെ കരിങ്കുന്നത്തെ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും നെടികാട് പള്ളിയിൽ നിന്ന് നമ്മുടെ കരിങ്കുന്നത്തേക്കുള്ള യാത്രയിലാണ്. ഇതാണ് നമ്മുടെ പറയ സ്കൂള് തൊട്ട് പുറയിലുണ്ട്. ഇത് പുത്തപ്പള്ളിയിലെ രാവിലത്തെ വലിയൊരു കൂട്ടായ്മയാണ്. ചേച്ചി, രണ്ട് ചായ. നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും ഞാൻ കരിങ്കുന്നക്കാർക്ക് ആരും പരിചയപ്പെടുത്തണ്ട. നമ്മുടെ സ്വന്തം നമ്മുടെ വോളിബോളിൻ്റെ വണ്ണാനൊള്ളി നമ്മുടെ നടുപ്പറമ്പിലെ ബിജു, ആനക്കലാമല ജിംസേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ കരിങ്കുന്നത്തിനെ ആയിട്ട് പോവാണ്. അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെയും നിങ്ങളുടെ ഒപ്പം കാണും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത്രയും നല്ലൊരു ചായ നമുക്ക് വേറെ എങ്ങും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത് കരിങ്കുന്നത്ത് മാത്രമേ ഉള്ളൂ. കരിങ്കുന്നത്തിന്റെ അടിപൊളി ശരിക്കും സഞ്ചി പിഴിഞ്ഞ ചായ, അടിപൊളി ചായ. അതുകൊണ്ട് തന്നെ ഈ കരിങ്കുന്നം വരുന്നവരെല്ലാം നിങ്ങൾ പറ്റുമെങ്കിൽ കരിങ്കുന്നത്ത് വരുമ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങുക. നമ്മുടെ റോഡൊക്കെ നല്ല വിശാലമായ റോഡുകൾ, ഈ ചായ അത് തന്നെ തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരിങ്കുന്നം സെൻറ് ഗസ്റ്റ് സ്കൂളിൻ്റെ തൊട്ടുപുറകിലുള്ള നമ്മുടെ കരിങ്കുന്നത്തിൻ്റെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. നിങ്ങൾക്ക് കാണാം ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമരങ്ങളും അതുമായിട്ട് നമ്മുടെ രാവിലെ ആളുകൾ വരുന്നു. കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നു. ഇതാണ് കരിങ്കുന്നം. പരിചയപ്പെടുത്തിയ പോലെ നാനാജാതി മതസ്ഥര് ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടെ വസിക്കുന്ന
നമ്മളുടെ ഒരു കുഞ്ഞു ഗ്രാമം. അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്വന്തം കരിങ്കുന്നം. ഹായ്, ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ ഞാൻ ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. നമ്മുടെ സ്വന്തം നമ്മുടെ ആറയിലെ ജെയിംസാണ് ഇങ്ങനെ ഒരു ആശയം എൻ്റെ മുമ്പിലോട്ട് വെച്ച്. അപ്പം ഞങ്ങളതിന് പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ഞങ്ങളിങ്ങനെ ഇന്ന് പോയപ്പോൾ ഞങ്ങളിങ്ങനെ പല പേരുകൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു. എൻ്റെ കരിങ്കുന്നം, നമ്മുടെ കരിങ്കുന്നം. അപ്പം ജെയിംസ് തന്നെ പറഞ്ഞു, ജോസ്മാൻ ഇതൊക്കെ ഒത്തിരി പേര് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പേര് ഞങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ കരിങ്കുന്നത്തെ ആൾക്കാർ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ജെയിംസിൻ്റെ അറിയാമല്ലോ, ആറയിലെ ജെയിംസിൻ്റെ കരിങ്കുന്ന ലൈവിൻ്റെ അകത്ത് നിങ്ങളുടെ പേരുകൾ എന്താണ് വരുന്നത്. കാരണം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, ആർക്കെങ്കിലും എന്നെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്, നമ്മൾ ഇന്നിടത്ത് പോയിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്യാവോ, ഇന്നിടത്ത് പോയിട്ട് അത് ഷൂട്ട് ചെയ്യാവോ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ഓപ്പണാണ്. ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. എല്ലാവരും ഇത് കരിങ്കുന്നം മാത്രം. കരിങ്കുന്നത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. ഈ ജെയിംസ് ആറയലിൻ്റെ കരിങ്കുന്നം ലൈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര്, അതായത് ഈ അരമണിക്കൂർ ഞങ്ങൾ തരുന്ന ഇതിന് ഒരു പേര്, എല്ലാത്തിനും ഒരു പേര് വേണമല്ലോ, അത് പേരാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല പേര് തരുന്ന ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടുന്നതാണ്. അതുകൊണ്ട് ആർക്കും എന്തും ഓപ്പണായിട്ട് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇനി തുടർന്നുള്ള ഞങ്ങളുടെ എപ്പിസോഡുകൾ വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ എനിക്കറിയാം, അമേരിക്കയിൽ ഈ വൈകുന്നേരമായി, എല്ലാവരും കിടക്കാനുള്ള സമയമായി. കരിങ്കുന്നംകാർക്ക് എല്ലാം ഒരു നല്ല ദിവസം, മഴയെല്ലാം മാറിയിരിക്കുന്ന നല്ല ഒരു പ്രഭാതമാണ് എന്നുള്ളത്. ഓസ്ട്രേലിയക്കാർക്കും അതുപോലെ ഉച്ച കഴിഞ്ഞു. അതുകൊണ്ട് ലോകമെങ്ങുമുള്ള കരിങ്കുന്നത്തെ സ്നേഹിക്കുന്ന കരിങ്കുന്നം ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ വളരെ വിനയപൂർവ്വം സ്നേഹപൂർവ്വം ഈ എപ്പിസോഡ് നിങ്ങളുടെ പക്കൽ സമർപ്പിക്കുന്നു.